പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയ വീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാവനാത്മശക്തിയാൽ നിറഞ്ഞുണർന്നിടാം. വന്നണഞ്ഞിതാ സുവർണ ജൂബിലി. ഹൃദയ വീണമീട്ടി വചനഗീതകങ്ങളാൽ പാടിടാം സുവർണ ജൂബിലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പോയ കാലങ്ങളിൽ ദൈവം നൽകിയ നന്മകൾക്കു നന്ദിയേകിടാം. അവിടുത്തെ പാതയിൽ നീങ്ങാതെ വന്നതാം വീഴ്ചകൾക്കു മാപ്പിറങ്ങിടാം. 5 പതിറ്റാണ്ടുകൾക്കു മുമ്പുണർന്നതാം വചനദീപനാള ശോഭ പുൽകി. പുത്തനാം കരുത്തു നേടിയെത്ര സോദര കർത്താവിനു സ്നേഹ സാക്ഷ്യമേകി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. ശക്തമാം നവീകരണത്തിൻ്റെ പാത തന്നിൽ ഉൾക്കരുത്തു നേടി നീങ്ങുവാൻ. തിരുവചനത്തിൻ പൊരുൾ പങ്കുവെച്ചു നൽകുവാൻ ദൈവം തെരഞ്ഞെടുത്തവർ. നമ്മെ നയിച്ചിടുവാൻ കൈപിടിച്ചവർ. മുൻപേ നടന്നകന്നു പോയവർ. ഏവരെയും യേശുവിൻ തൃക്കരങ്ങളിൽ സ്നേഹമോടെ സമർപ്പിച്ചിടാം. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പാടിടാം സുവർണ ജൂബിലി. ഏകിടാം പ്രാർത്ഥനാഞ്ജലി. പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ പ്രൈസ് ദ ലോർഡിന് എന്നെ സംബന്ധിച്ച് ഒരു ചരിത്രമുണ്ട്. ഇതൊരു ചരിത്ര പുസ്തകമാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. ആദ്യമായിട്ട് കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ വൈദികർക്ക് വേണ്ടിയുള്ള ധ്യാനം കൂടിവരവ് നടത്തപ്പെട്ടത് ആലുവ പൊന്തിഫിക്കൽ സെൻറ്റ് ജോസഫ് കർമ്മൽഗിരി സെമിനാറിൽ വെച്ചാണ്. ഞാൻ ആ ധ്യാനം കൂടി മടങ്ങി വന്ന് അവിടെയുള്ള കോൺവെൻറ്റിലെ സിസ്റ്റർമാരോടും മറ്റുള്ളവരോടൊക്കെ പ്രൈസ് ദ ലോർഡ് എന്നെപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ പ്രൈസ് ദ ലോർഡ് എന്ന വാക്ക് അവരിങ്ങനെ കേട്ടിട്ടില്ല. സിസ്റ്റർമാർ പറഞ്ഞു, കൊച്ചച്ഛൻ ധ്യാനത്തിന് പോയി വന്നിരിക്കുകയാണ്, എന്തോ കാര്യമായിട്ട് അദ്ദേഹത്തിന് കുഴപ്പം പറ്റിയിട്ടുണ്ട്. നല്ല കൊച്ചായിരുന്നു ഇവിടെ, കൊച്ചച്ഛനായിരുന്നു ഞാൻ, നല്ല കൊച്ചായിട്ട് ഇവിടെ ഇങ്ങനെ നടന്നതാണ്. ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ശരിയാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ ഒക്കെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ നവീകരിക്കും. നമുക്കറിയാമല്ലോ, നമ്മുടെ
പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ്. വെള്ളത്താൽ, പരിശുദ്ധാത്മാവിനാൽ, അഗ്നിയാൽ, ഈ 3 സ്നാനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവ്യമാക്കിപ്പെടേണ്ടത്. നമുക്കറിയാം, ജലത്താൽ നാം ജ്ഞാനസ്നാനം സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി മാറുന്നു. നമ്മുടെ കുദാശകളുടെ ജീവിതം വഴി നാം നമ്മുടെ ജീവിതത്തിൻ്റെ കൃപാവരങ്ങൾ നേടി ആത്മാവിനാൽ ജ്ഞാനസ്നാനപ്പെടുന്നു. കുദാശകളുടെ പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ സ്വീകരണം, വിശുദ്ധ കുർബാന, ഈശോയുമായിട്ടുള്ള ഒന്ന് പ്രാപിക്കൽ എല്ലാം നമ്മളെ പുതിയ മനുഷ്യരാക്കുന്നു. അവസാനം അഗ്നിയാൽ തീ പോലെ നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന, തൊടുന്ന ജ്ഞാനസ്നാനം. അങ്ങനെ സ്വീകരിച്ചവർ ഒരുപാട് പേരുണ്ട്. ധൈര്യത്തോടുകൂടെ വിശ്വാസം പ്രസംഗിക്കാൻ, വിശ്വാസം ഏറ്റുപറയാൻ, വിശ്വാസം ജീവിക്കാൻ സന്നദ്ധരായിട്ടുള്ളവർ. ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പ 14 വയസ്സുകാരനായ ഒരു കുഞ്ഞിനെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. ജോസഫ് ലൂയിസ്. മെക്സിക്കോയിലാണ് ഈ വിശുദ്ധൻ ജന്മമെടുത്തത്. ആ കാലഘട്ടത്തിൽ മെക്സിക്കൻ രക്തസാക്ഷികൾ 1926 മുമ്പുള്ള കാലഘട്ടങ്ങൾ, ക്രൈസ്തവർക്ക് പീഡനങ്ങളുണ്ടായ കാലഘട്ടങ്ങൾ, ഒരുപാട് ദുരിതങ്ങളിലേക്ക് അകപ്പെട്ട കാലഘട്ടങ്ങൾ, പള്ളികൾ പൂട്ടിയ കാലഘട്ടം, വൈദികരെ പുറത്താക്കിയ ആ വർഷങ്ങൾ, അവിടെയെല്ലാം ഒരുപാട് പേർ വധിക്കപ്പെട്ടു. ക്രൈസ്തവരായവർ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ അവർ ഒരു സൈന്യം രൂപീകരിച്ചു. നമുക്കിനി ഒരു സൈന്യം വേണം ഈ നമ്മുടെ ജീവിതത്തെ ക്രൈസ്തവരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം നമ്മുടെ ജീവിത വിജയം നാം കണ്ടെത്തേണ്ടത് ചെറുത്തുനിൽപ്പിലൂടെ, നമ്മുടെ കൂടിവരവിലൂടെ, നമ്മുടെ ഐക്യത്തിലൂടെ, ദൈവത്തിൽ ശക്തി സംഭരിച്ച് നാം ഒരു സൈന്യം രൂപവൽക്കരിക്കും. ആ സൈന്യം രൂപവൽക്കരിച്ചു തുടങ്ങി. ഒരു കൊച്ചു ബാലൻ വീട്ടിൽ അമ്മച്ചിയോട് അപ്പച്ചനും പറഞ്ഞു, ഞാനും സൈന്യത്തിൽ ചേരാൻ പോകുകയാണ്. അങ്ങനെ നീ എന്താണ് ഈ പറയുന്നത്? വലിയവരുടെ നിരയാണത്. ഇല്ലമ്മേ, ഈശോയ്ക്ക് വേണ്ടി എനിക്കും പോരാടണം, ക്രിസ്തുരാജൻ ജയിക്കണം. അതായിരുന്നു അവൻ്റെ മുദ്രാവാക്യം. ക്രിസ്തു റേറെ, അങ്ങനെയാണ് അവൻ്റെ ഭാഷയിൽ അവൻ പറഞ്ഞത്. ആ കുട്ടി അവസാനം ഇറങ്ങി. അവനൊരിക്കൽ സന്ദേശം കൊണ്ടുപോകുമ്പോൾ ശത്രുക്കൾ അവനെ പിടികൂടി, അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി മുറിയിൽ അടച്ചിട്ട് അവിടുത്തെ ആൾ വന്ന്, പിക്കാസോ എന്ന് പറയുന്ന ഭീകരനായ നേതാവ് വന്ന് ആ കുട്ടിയുടെ കാലുകളിൽ കത്തിയിറക്കി കുത്തിത്തറച്ചിട്ട് പറഞ്ഞു, നിനക്കൊരു ചാൻസ്, നീ ഇവിടെയുള്ള പിക്കാസോ ജയിക്കട്ടെ എന്ന് പറയണം, ക്രിസ്തു ജയിക്കട്ടെ എന്നല്ല, ക്രിസ്തു റേറെ എന്നല്ല, നീ ഇവിടെയുള്ള രാജാവ് ജയിക്കട്ടെ എന്ന് പറയണം. അവൻ പറഞ്ഞില്ല, ഞാൻ ചെയ്യില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളെന്നെ കൊല ചെയ്ത് അവസാനിപ്പിച്ചാൽ മാത്രമേ എൻ്റെ ശബ്ദം നിലക്കുകയുള്ളൂ. രണ്ടാമത്തെ കാലിലും അതുപോലെ കത്തി തറച്ചപ്പോൾ അവൻ നിലവിളിച്ചു. അവസാനം ശവക്കുഴിയുടെ അടുത്ത് കൊണ്ടുപോയി ആ കുട്ടി നിർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് ലാസ്റ്റ് ചാൻസ്, ഇതാ നിന്റെ നെഞ്ചിലേക്ക് വെടി ഒരുക്കുകയാണ്. അവൻ പറഞ്ഞു, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. ആ കുട്ടിയെ വെടിവെച്ച് അവിടെ മറിച്ചിടുമ്പോൾ ആ കുട്ടി വീണ്ടും വിരൽ കൊണ്ടെഴുതി തൻ്റെ ശേഷിച്ച ജീവൻ, കുരിശിൻ്റെ ആകൃതി, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. ഇത് തീയാലുള്ള ജ്ഞാനസ്നാനമാണ്. പ്രൈസ് ദ ലോർഡ്. ഇതാണ് തീയാലുള്ള ജ്ഞാനസ്നാനം. എത്രയോ പേര്
ഇവിടെ നമ്മൾ കുടുംബങ്ങളെ കണ്ടു, മക്കൾ കൂടുതലുള്ള കുടുംബങ്ങൾ. പലരും മുതിർന്നവരുടെ ഇരിക്കുമ്പോൾ 10 മക്കളുടെ അമ്മ, 10 മക്കൾ കണ്ട കുടുംബം. എങ്ങനെ 10 മക്കളെ വളർത്തിയത് അവരെക്കുറിച്ച് ഞാൻ പറയും. അമ്മമാരൊക്കെ നമുക്ക് മുമ്പേ കരിസ്മാറ്റിക്കായി, നമുക്ക് മുമ്പേ അവർ പ്രേക്ഷിതരോട് പറഞ്ഞു, അനുഗ്രഹത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് 10 മക്കളെ വളർത്താൻ അവർക്ക് സാധ്യമാകിയത്. 2 മക്കളെ പോലും വളർത്താൻ നമുക്ക് സാധ്യമല്ലാത്തപ്പോൾ 10 മക്കളെ വളർത്തിയ അമ്മമാരെ അവരെ ഓർത്ത് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈശോ ഏറ്റു പറയുന്നവർ, മാനസാന്തരത്തിൻ്റെ വഴികളിൽ നടക്കുന്നവർ, നഷ്ടപ്പെട്ടവർ തിരിച്ചു വന്നവർ, ഇവരെല്ലാം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് നാം കൊണ്ടെത്തിക്കണം. പരിശുദ്ധാത്മാവ് ഒഴുകുന്ന കൃപാവരമായിട്ട് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഒഴുക്കുന്ന കൃപാവരം, കൃപാസാഗരമായി പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. 1967 യൂറോപ്പിൽ ആരംഭിച്ച, അമേരിക്കയിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം, അതിൻ്റെ കാറ്റുകൾ വീശുമ്പോൾ നമ്മൾ അതിൽപ്പെട്ട് ദൈവത്താൽ തരങ്ങപ്പെട്ടുവെന്ന് ഉള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ക്രമത്തിൽ ഇന്നത്തെ ആദ്യത്തെ വായന ഏലിയ പ്രവാചകന്റെ കാര്യമാണ്. അദ്ദേഹം ഗുഹയിൽ ഇരിക്കുന്നു. അദ്ദേഹത്തെ ദൈവം സ്പർശിക്കുകയാണ്. ഒരു വലിയ കൊടുങ്കാറ്റ് വീശുന്നു. മാലകളെ ഇളക്കുന്ന, മരങ്ങളെ മറിക്കുന്ന കൊടുങ്കാറ്റ്. അതിൽ പറയുന്നു, അതിൽ ദൈവമില്ലായിരുന്നു. പിന്നെ വന്നത് അഗ്നിയാണ്, തീജ്വാലകൾ പടരുന്നു. അവിടെയും ദൈവമില്ലായിരുന്നു. ഇതാ ഒരു മന്ദമാരുതൻ വീശിയപ്പോൾ ഏലിയ പ്രവാചകൻ ഗുഹാതുറമുഖത്ത് തൻ്റെ മുഖം മറച്ച് ദൈവത്തെ കാണാൻ നിന്നു, ഒരു മന്ദമാരുതനായി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഞാൻ മന്ദമാരുതയിൽ മുഴുകി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇത് അഖില ലോകത്തിനും രക്ഷയുടെ സന്ദേശമായി തീരുന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ സന്ദേശമാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സന്ദേശം, മാനസാന്തരത്തിൻ്റെ സന്ദേശം, അനുതാപത്തിൻ്റെ സന്ദേശം നമുക്ക് പ്രസംഗിക്കേണ്ടതുണ്ട്. ഒരുപാട് ദൈവത്തോട് നമ്മൾ നന്ദി പറയുവാനുണ്ട്. നമുക്ക് വലിയ ഒരു തീഷ്ണത നൽകിയതിന്, ഒരു സജീവത നൽകിയതിന്, ഉണർത്തെഴുന്നേൽപ്പ് നൽകിയതിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ആരാധക്രമത്തിലുള്ള നമ്മുടെ പങ്കാളിത്തം കൂടുതൽ നമ്മുടെ സഭയിലും കേരളക്കരയിലും ഇന്ത്യയിലും ലോകം മുഴുവനിലും ഒരുപാട് പേർ ആരാധനക്രമത്തിൽ സജീവമായി പങ്കാളികളാകുന്നു. ഉദാസുകൾക്ക് ഒരുങ്ങി അത് സ്വീകരിക്കാൻ നല്ല കുമ്പസാരം നടത്തി അവർ വരുന്നു. നവീകരണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും സ്വീകരിച്ച് അവർ ജീവിക്കുന്നു. അനന്തമായ ജ്ഞാനം, ദൈവത്തിനുള്ള ജ്ഞാനത്തിലുള്ള പങ്കുപറ്റൽ, വെറുതെ അറിവ് സമ്പാദിക്കുമ്പോൾ ജ്ഞാനികൾ വിശ്വസിക്കുന്നു ജ്ഞാനം ഉന്നതത്തിൽ നിന്ന് വരുന്നതാണ്. ജ്ഞാനം ഉന്നതത്തിൽ വരുന്നതാണ്. നമ്മുടെ വീടുകളിൽ നമുക്കറിയാം, നാം കുട്ടികളെ വലുതാക്കി ശിക്ഷണത്തിലൂടെ വളർത്തുന്നു, യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു. ബസ്സിൽ കയറുമ്പോൾ ആ കുട്ടി ഒരാൾ കടന്നു വരുന്നത് കാണുകയാണ്, ഒരു വികലാംഗൻ അല്ലെങ്കിൽ അമ്മയുമായിട്ടുള്ള ഒരു കുഞ്ഞിനെയുമായിട്ടുള്ള ഒരമ്മ കടന്നു വരികയാണ്. ആ ബാലൻ തൻ്റെ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്നെങ്കിൽ അത് ജ്ഞാനമാണ്. പ്രൈസ് ദി ലോർഡ്. ജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം നിസ്സാര കാര്യങ്ങളിൽ പോലും നമുക്കത് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ കുറേ സമയം ദൈവത്തിനായി പങ്കുവെക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, താൻ എന്തുകൊണ്ട് തൻ്റെ കുടുംബത്തെ ആ സമയം കൂടി പരിചരിക്കാതെ ഈ വഴിക്ക് പോകുന്നു? അപ്പോൾ അയാൾ പറയും, ഞാൻ ദൈവത്താൽ സ്പർശിക്കപ്പെട്ടവനാണ്. ആ തിരിച്ചറിവാണ് സ്നാനം, ആ തിരിച്ചറിവാണ് സ്നാനം.
ആ തിരിച്ചറിവാണ് യഥാർത്ഥ ജ്ഞാനം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ദാനങ്ങൾ, 7 ദാനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ ദാനങ്ങളും ഫലങ്ങളും സ്വീകരിച്ച് ജീവിക്കുന്നവർ എത്രയോ അധികമാണ്. ഒരുപാട് ശുശ്രൂഷകൾ, ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് ധ്യാന മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ, ആർക്കും വേണ്ടാത്തവരെ ശുശ്രൂഷിക്കൽ, കരുണയുടെ ഒരുപാട് പ്രവൃത്തികൾ. യേശുവിൻ്റെ കരുണയുടെ മുഖമായി ഇന്ന് കരിസ്മാറ്റിക് നവീകരണം നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കരിസ്മാറ്റിക് നവീകരണത്തിലൂടെ ഇവിടെ ഒരുപാട് കഷ്ടതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ അവരെയെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. ആർക്കും വേണ്ടാത്തവർ, പുഴുവരിക്കുന്നവർ, മുറിവേറ്റവർ, തകർന്നു കിടക്കുന്നവർ, അവരെല്ലാം കരിസ്മാറ്റിക് പ്രവർത്തകർ ഉണർത്തുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സ്പർശനം പ്രിയപ്പെട്ടവരെ നമ്മിലൂടെ ഇന്ന് കടന്നു വരുമ്പോൾ ആ സ്പർശനം ഏറ്റുവാങ്ങുവാൻ ഇനിയും ഇവിടെ ആയിരങ്ങൾ ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. ലോകത്തിന് എല്ലായിടത്തേക്കും എത്തി നിൽക്കാനാണ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. സന്യസ്തരോടും വൈദികരോടും മാർപ്പാപ്പ പറയുന്നു, നിങ്ങൾ ഇറമ്പുകളിലേക്ക് പോകുക. ഗോ ടു ദ പെരിഫറി ഓഫ് ദി വേൾഡ്. മാറ്റിവെക്കപ്പെട്ടവരുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, നിരാശപ്പെട്ടിരിക്കുന്നവരുടെ ഇടയിലേക്ക് ചെല്ലുക, പ്രവർത്തിക്കുക, യേശുവിനെ അറിയിക്കുക, സുവിശേഷമാവുക, സുവിശേഷം ഓതുക. നിങ്ങളുടെ ജീവിതം തന്നെ സുവിശേഷമാക്കി മാറ്റുക. നമുക്ക് ഈ ചരിത്രം കൊണ്ടാടുമ്പോൾ, ഈ ചരിത്ര സംഭവത്തെ ഓർക്കുമ്പോൾ ഒരുപാട് പേരോട് നന്ദിയുള്ളവരാകാം. രാവും പകലും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, തെറ്റിദ്ധരിക്കപ്പെട്ടവർ, ഒരുപാട് വിമർശനങ്ങളേറ്റവർ, അവരെല്ലാം നാം ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പ്രത്യേകമായി സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലരെല്ലാം മരിച്ചുപോയി, ചിലർ രോഗികളായി കിടക്കയിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട്, അവരുടെ രോഗത്തിലും അവർ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുന്നവർ, അവരുടെ ബുദ്ധിമുട്ടിൽ സഹിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ് എന്ന് വിളിച്ച് സഹിക്കുന്നവർ, അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ഉച്ചത്തിൽ ഘോഷിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളനത്തിൽ പങ്കൊള്ളുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടെയുള്ള ഈ ബന്ധമാരുതൻ, ഈ വിശ്വാസത്തിൻ്റെ കാറ്റ് എന്നിലേക്കും എൻ്റെ ഹൃദയത്തിലേക്കും കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വാസം ഏറ്റുപറയുന്നു. ഹൃദയത്തിൽ നവീകരണം, സഭയുടെ ഹൃദയത്തിൽ നവീകരണം, അതായിരിക്കും നിങ്ങൾക്കും ഉണ്ടാകുവാൻ വേണ്ടിയുള്ള വലിയ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലുള്ളവരെ നിങ്ങൾക്ക് എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു 2 മാസത്തെ ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസം ശുശ്രൂഷകർ ഒരു കാര്യം കണ്ടുപിടിച്ചു, എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന്. അവസാനത്തെ ദിവസമായതുകൊണ്ട് അവർ പറഞ്ഞ് രക്ഷപ്പെട്ടച്ചാൽ ധ്യാനമെല്ലാം കഴിഞ്ഞല്ലോ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് തിരിച്ചു പോന്നു. ഞാൻ ന്യൂജേഴ്സിയിലുള്ള നമ്മുടെ സെൻട്രൽ തങ്ങി. അവർ പോയി കഴിഞ്ഞ് ഞാൻ 10 മണിയായപ്പോൾ ചാപ്പലിൽ കയറി. ചാപ്പൽ പോലെയുള്ള ഒരു ചെറിയ ചാപ്പലിൽ കയറിയിരുന്ന് ഒരു 4 മണി വരെ ലൂക്ക 10:19 ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം തന്നെ 4 മണി വരെ, 10 മണി തൊട്ട് 4 മണി വരെ ചാപ്പലിരുന്ന് ചെറിയ സ്വരത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. 4 മണി ആയപ്പോഴത്തേക്കും എൻ്റെ ചിക്കൻ ബോക്സ് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു, നല്ല കാര്യം, 2 ദിവസത്തിനകം നാഷണൽ കൺവെൻഷൻ ന്യൂജേഴ്സിയിലുണ്ട്, കരിസ്മാറ്റിക് നാഷണൽ കൺവെൻഷൻ.
ഞങ്ങൾ 3 പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് വരാൻ പറ്റുന്നില്ല, അതിൽ അച്ഛനെ കൊണ്ടുപോയേക്കാം. അങ്ങനെ അമേരിക്കയിലെ നാഷണൽ കൺവെൻഷന് ഞാൻ കൂടി. എൻ്റെ ചിക്കൻ ബോക്സിൻ്റെ ഉദ്ദേശം എന്നെ ആ കൺവെൻഷൻ കൂടിക്കുക എന്നുള്ളതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദിയും. അതുപോലെ തന്നെ കാനഡയുടെ വിസ കിട്ടാൻ ശ്രമിച്ചിട്ട് കിട്ടാതെ നീണ്ടുപോയി. അതിന് ബുധനാഴ്ച കഴിഞ്ഞ് അവർ തുറക്കുള്ളൂ. അതല്ലെങ്കിൽ നാളെ കാലത്തെ പോകേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വരാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഓരോന്നിനും ദൈവത്തിന് ഒരു ശ്രേഷ്ഠമായ പദ്ധതിയുണ്ട്. നമുക്ക് പ്രത്യക്ഷമായിട്ട് തോന്നുന്ന എല്ലാ നെഗറ്റീവ്സിനും അപ്പുറം, കുറവുകൾക്കും അപ്പുറം ദൈവം വലിയ നിറവിൻ്റെ പദ്ധതികൾ ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് നൽകിയ 4 രോഗശാന്തി സന്ദേശങ്ങളോട് ഞാൻ പറയുന്നു. സാക്ഷ്യപ്പെടുത്താൻ സമയമില്ലാത്തതുകൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ ആവശ്യപ്പെടുന്നില്ല. കാലുകൾക്കുള്ള വേദന, എളിവേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ രോഗശാന്തി പ്രകാശം വരുമ്പോൾ അന്ധകാരം മാറുന്ന അനുഭവമാണ്. പ്രകാശം വരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് അന്ധകാരം നീങ്ങിപ്പോകുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ജീവൻ്റെ ഉറവിടമാണ്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോഴും ആ ജീവൻ്റെ പ്രവാഹം നമ്മിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ വചനം പ്രഘോഷിക്കുമ്പോഴും ഇതാ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. അപ്പോൾ ശാരീരിക രോഗശാന്തി, ആന്തരിക സൗഖ്യം, പരിശുദ്ധാത്മാഭിഷേകം ഇതെല്ലാം ഓരോ നിമിഷത്തിലും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ ദൈവജനത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ സ്വരതടസ്സം വരികയാണെങ്കിൽ ആർക്കൊക്കെയോ കർത്താവ് ആ ഹീലിംഗ് കൊടുക്കണമെന്നാണ്. കടുത്ത് തൊണ്ടവേദന, സ്വരതടസ്സം, ബ്ലോക്ക് ഓഫ് വോയിസ്, ഇതൊക്കെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. നിങ്ങളിന്ന് ഒരു 3 ഹല്ലേലൂയ പറഞ്ഞേ. കഫക്കെട്ട് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്, സ്വരതടസ്സം കർത്താവ് സുഖപ്പെടുന്നുണ്ട്, ബ്ലോക്ക് ഓഫ് വോയിസ് കർത്താവ് സുഖപ്പെടുന്നുണ്ട്. ഒരിക്കൽ കൂടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. കരിസ്മാറ്റിക് കൺവെൻഷനും മറ്റ് ധ്യാനങ്ങളും ഒരുങ്ങുമ്പോൾ തന്നെ അനേകായിരങ്ങൾ, പതിനായിരങ്ങൾ എല്ലാ ഇടവകളിലും മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന വഴി പാപമോചനം ഏതെങ്കിലും അളവിൽ വർഷിക്കപ്പെടുന്നു. അത്രയും പൈശാചിക പീഡ നമ്മളെ വിട്ടുപോകുന്നു. പാപമോചനം, സൗജന്യ പാപമോചനം. കർത്താവേ കരുണയായിരിക്കണമേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം യേശുവിൻ്റെ യോഗ്യതയാൽ അനേകായിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിലുള്ള സൗജന്യ പാപമോചനം നൽകണമേ. നമ്മളെ ആ പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കുന്നത് ഈശോ തന്നെയാണ്. അതിനാൽ അത് ദൈവഹിതമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പതിനായിരങ്ങൾക്ക് സൗജന്യ പാപമോചനവും പരിശുദ്ധാത്മാവിൻ്റെ ദാനവും നൽകാൻ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു എന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഡിവൈൻ മേഴ്സി പ്രയറിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ബാക്കി പറഞ്ഞേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ദൈവം അനന്ത കരുണയാണ്. ഈ പ്രാർത്ഥന പഠിപ്പിച്ചതും ദൈവം തന്നെയാണ്. അടുത്ത കാലത്ത് കർത്താവ് പലപ്പോഴും ഓർപ്പിച്ചു തന്നു, ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ, എല്ലാവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അതിൻ്റെ ഒരു പൂർത്തീകരണം പോലെ കൂട്ടിച്ചേർക്കാൻ കർത്താവ് പലപ്പോഴും ഓർപ്പിച്ചു തരാറുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ജോവേൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും, എൻ്റെ ആത്മാവിനെ എല്ലാ ജഡത്തിൻ്റെ മേലും ഞാൻ വർഷിക്കും, എല്ലാ മനുഷ്യരുടെ മേലും ഞാൻ വർഷിക്കും. ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് നമ്മൾ മധ്യസ്ഥം വഹിച്ചാൽ അത് യാഥാർത്ഥ്യമായി തീരും. 743 കോടി ജനത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഓരോരുത്തരെയും എല്ലാവരെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ, അല്ലെങ്കിൽ തിരുരക്തം കൊണ്ട് കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ലോകം മുഴുവൻ്റെ മേൽ പരിശുദ്ധാത്മാഭിഷേകം ദൈവം അയക്കും. ഇതുവഴിയാണ് ലോക സുവിശേഷീകരണത്തിന്, ലോക വിശുദ്ധീകരണത്തിന് അടിത്തറയിടാനും പണിതുയർത്താനും
നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. അടുത്ത നാളിൽ വചനപ്രഘോഷണ സമയത്ത് കർത്താവ് ഓർപ്പിച്ചു തരാറുള്ള ഒരു വചനമുണ്ട്. സങ്കീർത്തനം 91:7. 1000 നിൻ്റെ വലത്തുഭാഗത്തും 10,000 നിൻ്റെ ഇടത്തുഭാഗത്തും വീഴും. നമ്മളത് ചെല്ലാറുണ്ട്. മനുഷ്യരാരെങ്കിലും വീണിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ വീഴുന്നത് ആരായിരിക്കണം? പൈശാചിക പീഡകളായിരിക്കണം. ബന്ധനങ്ങൾ തകർന്നു വീഴും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഇങ്ങനെ കൂട്ടിച്ചേർക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ കുടുംബത്തിൽ ഇന്ന പ്രശ്നമുണ്ട്, ഇതുപോലെ പ്രശ്നമുള്ള 1000, 10,000 പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വർഷിക്കണമേ. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അതിൻ്റെ കൂടെ പറയുക, ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഇതുപോലെ പ്രശ്നമുള്ള അനേകായിരങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. 10,000. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാലത്തൊരു വചനം എന്നെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. സാവൂള് 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഈ വചനം ബൈബിളിൽ എഴുതി വെച്ചതിനെക്കുറിച്ച് എനിക്ക് പ്രതിഷേധം തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബൈബിളിൽ എഴുതേണ്ടത്. പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ്. 1000, 10,000 തിരുരക്തം കൊണ്ട് കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് പുതിയ സൃഷ്ടിയാക്കണമേ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ വചനമെല്ലാം മനസ്സിലാക്കേണ്ടത് പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പ്രബോധനവും എല്ലാം അനുസരിച്ചാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും 10,000 വേണ്ടി, ജനലക്ഷങ്ങൾക്ക് വേണ്ടി, ജനകോടികൾക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയരണം. ലോകാതിർത്തികൾ വരെ അത് എത്തണം. സങ്കീർത്തനം 48:10. ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. എന്ന് പറഞ്ഞേ, സങ്കീർത്തനം 48:10. ദൈവമേ, അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു. അപ്പോൾ ലോകാതിർത്തി വരെ എത്തുന്ന വിളിച്ചപേക്ഷകളും സ്തുതിപ്പുകളുമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. കർത്താവായ യേശു നമ്മളെ ഒരേ ഒരു കാര്യമേ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. ഒന്നിതാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ലൂക്കാ 11:9-13. ലൂക്കാ 11:9-13. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. നിനക്ക് കിട്ടുമെന്നല്ല, പിന്നെയോ നിങ്ങൾക്ക് കിട്ടുമെന്ന. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എനിക്ക് ചുറ്റുമുള്ള ഒരു 10,000 പേർക്ക്, ഒരു 20,000 പേർക്ക്, ഒരു 50,000 പേർക്ക് കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊടുക്കണമേ. എങ്ങനെയുള്ള അഭിഷേകമാണ്? അപ്പസ്തോലന്മാർക്ക് കൊടുത്ത അഭിഷേകം, ആദിമ സഭയ്ക്ക് കൊടുത്ത അഭിഷേകം. കർത്താവിൻ്റെ പ്രബോധനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 1000-ക്കും 10,000-ക്കും പരിശുദ്ധാത്മ നിറവ്, 12 അപ്പസ്തോലന്മാർക്ക് കൊടുത്ത നിറവ്, യേശുവും അപ്പസ്തോലന്മാരും നിറഞ്ഞതുപോലെ ഞങ്ങളെയും തിരുസഭ മുഴുവനെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശു രക്ഷകൻ, ലോകരക്ഷകൻ, ഏകരക്ഷകൻ എന്ന വിഷയം പ്രസംഗിക്കുമ്പോൾ എല്ലാം പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ വർഷിക്കും. രോഗശാന്തികൾ, ആന്തരിക സൗഖ്യം ഇതെല്ലാം നൽകപ്പെടും. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും പിതാവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കും. ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും ദൈവം ആ അനന്ത സ്നേഹം നമ്മുടെ മേൽ ചൊരിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, സെമിനാരി ചേർന്ന ശേഷം പോയതാണ്. അന്ന് പച്ചാളത്ത് വിൻസെൻഷൻ ആശ്രമത്തിൽ അച്ഛന്മാരുടെ കൂടെ ഉള്ള മോർണിംഗ് പ്രേയേഴ്സ്, ഈവനിങ് പ്രേയേഴ്സ്, അതുപോലെ കൊന്ത നമസ്കാരം, കുർബാന ഇതെല്ലാം ഉണ്ടെങ്കിലും 2.5 മണിക്കൂർ മൊത്തം കർത്താവ് എന്നോട് പറഞ്ഞു, 1 മണിക്കൂർ കൂടുതൽ പേഴ്സണൽ പ്രെയറിന് മാറ്റി വെക്കണം. അങ്ങനെ എല്ലാവരും കൊന്ത ചെല്ലുന്നതിന് മുമ്പ് 1 മണിക്കൂർ
ഞാൻ ചെറിയ ചാപ്പലിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ മുട്ടുകുത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു സ്വരം കേട്ടു, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ഹോളി സ്പിരിറ്റ്. ഞാൻ പറയുന്ന ഇംഗ്ലീഷിലാണെങ്കിലും കേട്ടത് മലയാളത്തിൽ തന്നെയാണ്. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. നിനക്ക് കിട്ടുമെന്നല്ല, എന്തുമാത്രം പരിശുദ്ധാത്മാവിനെയാണെന്ന് 3 കൊല്ലം കഴിഞ്ഞും പിന്നീടുമാണ് മനസ്സിലായത്. അപ്പസ്തോലന്മാർ നിറഞ്ഞതുപോലെ, ആദിമസഭ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ആയിരങ്ങൾ, പതിനായിരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭോപ്പാലില് 3000 പേരുടെ ധ്യാനം നടക്കുമ്പോൾ ധാരാളം രോഗശാന്തികൾ ഉണ്ടായിരുന്നു. 3-ാം ദിവസം കാലത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ഒരു ഭാഷാവരം ഇങ്ങനെ അനുഭവപ്പെട്ടു, ലംബി 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 പെടൽ ലംബി. എൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചിട്ട് മേജർ മിറക്കിൾസ് നടക്കാനുള്ള ഭാഷാവരം എന്ന് പറഞ്ഞു. അത് ഓർത്ത് വരുമ്പോഴൊക്കെ മേജർ മിറക്കിൾസ് നടക്കാറുണ്ട്. ഈ ഭാഷാവരവും പറഞ്ഞ് ഞങ്ങൾ 3000 പേരുടെ കൺവെൻഷൻ വന്നപ്പോൾ ഏറ്റവും മുലസ്സൊരു തളർവാദ രോഗിയെ കിടത്തിയിട്ടുണ്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ് അരമണിക്കൂർ, ജപമാല അരമണിക്കൂർ, 1 മണിക്കൂർ ടോക്ക്, പിന്നെ 1 മണിക്കൂർ ടോക്ക്, 12 തൊട്ട് 1 മണി വരെ ആരാധനയുടെ സമയത്ത് 18 കൊല്ലം തളർന്നു കിടന്ന മുഹമ്മദ് റാഫി എഴുന്നേറ്റ് എല്ലാവരുടെയും മുമ്പിൽ കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യൂജേഴ്സിയിൽ ഒരു അമേരിക്കൻ പള്ളിയിൽ പോകുമ്പോൾ ഒരു മലയാളി ഞങ്ങളെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോവാണ്. ധ്യാനത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നാക്ക് കിടങ്ങനെ അടിക്കാൻ തുടങ്ങി, ലംബി 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 പെടൽ ലംബി. അന്ന് വെള്ളക്കാരായ 7-8 തളർവാദ രോഗികൾ നടന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രോഗശാന്തിയുടെ ഒന്നും ക്രെഡിറ്റ് നമുക്കല്ല, പിന്നെ കുരിശിൽ തൂങ്ങി മരിച്ച കർത്താവിനും മധ്യസ്ഥം വഹിച്ച 10,000-ങ്ങൾക്കുമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നന്ദി.